കുറച്ച് നാളെ ഞാൻ വിചാരിക്കണു സ്കിന്നൊക്കെ ആകെ മൊത്തം ടാൻ അടിച്ച് ഷോക്ക് ആയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ വെച്ച് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പുറത്ത് പോയി വന്ന കാരണം നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകിയിട്ട് തന്നെ പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു. ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയ കാരണം എലവേറ ഐസ് ക്യൂബ് ആക്കി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൺ കിസ്റ്റ് മൊമെന്റ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ സണ്ണ് കിസ് ചെയ്ത് കരിഞ്ഞതായതുകൊണ്ട് ഞാൻ സണ്ണില്ലാത്ത ഭാഗം നോക്കിയിരുന്നു കേട്ടോ. എന്നിട്ട് പതുക്കേനെ തുണിയുടെ ഉള്ളിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് മുഖത്ത് ആകെ പറ്റിക്കൊടുക്കും. നന്നായി വെള്ളം കുടിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ ഈ അടുത്ത് വെള്ളം കുടിയൊക്കെ ഭയങ്കര കുറവാണ്. സ്കിന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫേസ് മാസ്ക് അത് മസ്റ്റ്. ഒരു 15 മിനിറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക. ഒരു ഫാൻ എടുത്ത് കാറ്റടിച്ച് കഴിഞ്ഞാലേ വല്ലാത്തൊരു സുഖം കിട്ടും. വെറുതെ ഇരിക്കണ നേരമല്ലെന്ന് വിചാരിച്ച് കുറച്ചു നേരം മുടിയൊക്കെ ഇരി വെള്ളമൊക്കെ കുടിച്ച് റൂമൊക്കെ ആകെ വൃത്തിയാക്കി. അപ്പോഴേക്കും നമ്മുടെ മാസ്ക് പോലെ സമയം ഇട്ടാ. പണ്ടൊക്കെ എല്ലാ ഞായറാഴ്ച ഞാൻ സ്കിൻ കെയർ ചെയ്യായിരുന്നു. അപ്പൊ ഇതിനൊന്നും നേരമില്ല, മൂടുമില്ല. ഉള്ള നേരമാണെങ്കിൽ വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നു. ഫേസ് ഷീറ്റ് ഒരു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഗ്ലോസിൻ ലുക്ക് നിങ്ങൾക്ക് കാണാം. ആ ബാക്കി വെച്ച സിറം ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് എടുക്കാം. ഫേസ് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഒന്നുകൂടി നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്റെ സ്കിന്നേക്കാൾ ഷോക്കാണ് എന്റെ അണ്ടർ ഐ. എല്ലാം കഴിഞ്ഞ് കുറച്ച് മോയ്സ്ചറൈസർ അങ്ങോട്ട് മുഖത്തിട്ട് കൊടുക്കും. ഞാൻ നന്നായിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഫോണിലും ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്റെ AM റൊട്ടീനിൽ മാത്രമല്ല PM റൊട്ടീനിലും സൺസ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോട്ട് പോയിന്റ് ഓരോ സ്റ്റെപ്പ് ചെയ്യണേക്കാളും മുന്നേ സ്കിന്നിന് അബ്സോർബ് ചെയ്യാത്തൊരു സമയം കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബിഫോർ ആഫ്റ്റർ വെച്ച് നോക്കിയപ്പോൾ സ്കിന്നിന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നു കേട്ടോ. ഇനി ഇത് 1 മാസം കണ്ടിന്യൂ ചെയ്യണം. അതാണ് എന്തായാലും ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാട്ടോ. അപ്പൊ ഓക്കെ, ബൈ.